രക്ഷിക്കുകയും പരിപാലിക്കുകയും വഴിനടത്തുകയും അനുഗ്രഹിക്കുകയും പൂർണ്ണതയിലെത്തിക്കുകയും ചെയ്യുന്ന പരിപൂർണനായ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവരെ, 4-ാം തീയതി പകൽ കഴിഞ്ഞ് വന്ന് രാത്രി മുഴുവൻ നടന്നതായ ജാഗരണ പ്രാർത്ഥനയിൽ നമുക്ക് കിട്ടിയതായ വലിയൊരു സന്ദേശം, കർത്താവിനെ അനുഗമിക്കുകയും അനുകരിക്കുകയും ചെയ്യുന്നവർ കർത്താവിനെ പോലെ സഹനത്തിൻ്റെ പൂർണ്ണതയിൽ കിട്ടുന്ന ദൈവപദ്ധതികളുണ്ടെന്നുള്ള കാര്യം നമ്മൾ കേട്ടു. ആത്മീയമായും മാനസികമായും ശാരീരികമായും നമ്മൾ സഹിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ വേദനാജനകമാണെങ്കിലും അതിന് പല നേട്ടങ്ങളുണ്ട്. കഷ്ടത സഹിഷ്ണുതയും സിദ്ധത പ്രത്യാശയുള്ളതാക്കി പ്രത്യാശയുടെ ധൈര്യം മുതൽപ്പിടിച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ ഭവനമായി തീരും. നമുക്ക് ദൈവത്തിൻ്റെ ഭവനമായി സ്വർഗമായി മാറാൻ സാധിക്കും എന്നുള്ള ആ വലിയ പ്രത്യാശയാണ് നമ്മളെ സഹിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് നമ്മൾ കേൾക്കുകയുണ്ടായി. അതുകൊണ്ട് ആ കാര്യം നമ്മൾ നമ്മുടെ ഉള്ളറയിലെ നമ്മുടെ അടിമനസ്സിനോടുകൂടെ പറഞ്ഞതിനെ ബോധ്യമാക്കേണ്ടിയിരിക്കുന്നു. സഹന സന്ദേശം നമ്മുടെ അടിമനസ് വരെ എത്തിച്ചാൽ മാത്രമേ നമുക്ക് സഹനങ്ങളിൽ പ്രത്യാശയോടെ സന്തോഷത്തോടെ ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ട് ഇനി വായിക്കുന്ന വേദഭാഗങ്ങൾ സഹനത്തിൻ്റെ ഓരോ നേട്ടങ്ങളെക്കുറിച്ച് ഉള്ള വചനങ്ങളാണ്. അപ്പോൾ നിങ്ങൾ പ്രതിവാക്യമായി പറയേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ഏറ്റു പറയാം. പാപം ഹനിക്കുന്ന, ശുദ്ധീകരിക്കുന്ന, ശക്തീകരിക്കുന്ന ധന്യസഹനമേ സ്വാഗതം, പുണ്യസഹനമേ സ്വാഗതം. ക്രൈസ്തവ ദൗത്യം ഇതാണ് എന്നുള്ള കാര്യം മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ എഴുതി. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് പറഞ്ഞ ആ വചനം നമ്മുടെ ഉള്ളറയിലേക്ക് കടന്ന് ഹൃദയത്തിൽ എഴുതപ്പെടട്ടെ. പാപം ഹനിക്കുന്ന, ശുദ്ധീകരിക്കുന്ന, ശക്തീകരിക്കുന്ന ധന്യസഹനമേ സ്വാഗതം, പുണ്യസഹനമേ സ്വാഗതം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യത്തിൽ സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കുന്നവൻ എനിക്ക് യോഗ്യനാണ്, അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല, അനുഗമിക്കാത്തവർ എനിക്ക് യോഗ്യരല്ല. പാപം ഹനിക്കുന്ന, ശുദ്ധീകരിക്കുന്ന, ശക്തീകരിക്കുന്ന ധന്യസഹനമേ സ്വാഗതം, പുണ്യസഹനമേ സ്വാഗതം. പ്രഭാഷകൻ 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ എൻ്റെ മകനെ നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പിടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേടാൻ ഒരുങ്ങിക്കൊള്ളുക. പാപം ഹനിക്കുന്ന, ശുദ്ധീകരിക്കുന്ന, ശക്തീകരിക്കുന്ന ധന്യസഹനമേ സ്വാഗതം, പുണ്യസഹനമേ സ്വാഗതം. 2 തീമോഥെയോസ് 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. പാപം ഹനിക്കുന്ന, ശുദ്ധീകരിക്കുന്ന, ശക്തീകരിക്കുന്ന ധന്യസഹനമേ സ്വാഗതം, പുണ്യസഹനമേ സ്വാഗതം. പരീക്ഷകളിൽ കൂടെ നമുക്കുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ അതുപരി മഹത്വം തരുന്നതാണ് എന്നുള്ളതാണ്. കഷ്ടത, സഹിഷ്ണുത, സിദ്ധത, പരീക്ഷ സഹിച്ച് കൊള്ളാവുന്നവരായിത്തീരുന്ന അവസ്ഥയിൽ കൊള്ളാവുന്നവൻ്റെ ജീവിത പങ്കാളിയാകുവാൻ ഇതാവശ്യമാണ്. 1 പത്രോസ് 1:6-7 വാക്യം. അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ നിങ്ങൾ ആനന്ദിക്കുവേൻ. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം.
പാപം ഹനിക്കുന്ന, ശുദ്ധീകരിക്കുന്ന, ശക്തീകരിക്കുന്ന ധന്യസഹനമേ സ്വാഗതം, പുണ്യസഹനമേ സ്വാഗതം. 1 പത്രോസ് 4:12-13 വാക്യങ്ങൾ, നിങ്ങളെ പരിശോധനയ്ക്കായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചതെന്നതുപോലെ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിൻ്റെ പീഡനങ്ങളിൽ പങ്കുള്ളവരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. പാപം ഹനിക്കുന്ന, ശുദ്ധീകരിക്കുന്ന, ശക്തീകരിക്കുന്ന ധന്യസഹനമേ സ്വാഗതം, പുണ്യസഹനമേ സ്വാഗതം. 1 പത്രോസ് 5:10, ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്യും. പാപം ഹനിക്കുന്ന, ശുദ്ധീകരിക്കുന്ന, ശക്തീകരിക്കുന്ന ധന്യസഹനമേ സ്വാഗതം, പുണ്യസഹനമേ സ്വാഗതം. യാക്കോബിൻ്റെ ലേഖനം 1:12 പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. എന്തെന്നാൽ പരീക്ഷകളെ അതിജീവിച്ചു കഴിയുമ്പോൾ ജീവന്റെ കിരീടം അവന് ലഭിക്കും. പാപം ഹനിക്കുന്ന, ശുദ്ധീകരിക്കുന്ന, ശക്തീകരിക്കുന്ന ധന്യസഹനമേ സ്വാഗതം, പുണ്യസഹനമേ സ്വാഗതം. റോമർ 8:18 വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസാരമെന്ന് ഞാൻ കരുതുന്നു. പാപം ഹനിക്കുന്ന, ശുദ്ധീകരിക്കുന്ന, ശക്തീകരിക്കുന്ന ധന്യസഹനമേ സ്വാഗതം, പുണ്യസഹനമേ സ്വാഗതം. കഷ്ടങ്ങളിൽ കൂടി സഹനങ്ങളിൽ കൂടിയും കിട്ടുന്ന ശിക്ഷണത്തെക്കുറിച്ചാണ് എബ്രായർ 12:5-6 വാക്യങ്ങൾ പറയുന്നത്. കർത്താവിൻ്റെ ശിക്ഷണത്തെ നിസാരമാക്കരുത്. അവൻ ശ്വാസിക്കുമ്പോൾ നീ നഷ്ടധൈര്യനാകരുത്. താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു. മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. ശിക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത്. പാപം ഹനിക്കുന്ന, ശുദ്ധീകരിക്കുന്ന, ശക്തീകരിക്കുന്ന ധന്യസഹനമേ സ്വാഗതം, പുണ്യസഹനമേ സ്വാഗതം. എബ്രായർ 12:11 എല്ലാ ശിക്ഷണവും സന്തോഷപ്രദം എന്നതിനേക്കാൾ വേദനാജനകമായി തൽക്കാലത്തേക്ക് തോന്നുന്നു. എന്നാൽ അതിൽ പരിശീലിപ്പിക്കപ്പെട്ടവർക്ക് കാലാന്തരണത്തിൽ നീതിയുടെ സമാധാനപൂർവമായ ഫലം ലഭിക്കും. പാപം ഹനിക്കുന്ന, ശുദ്ധീകരിക്കുന്ന, ശക്തീകരിക്കുന്ന ധന്യസഹനമേ സ്വാഗതം, പുണ്യസഹനമേ സ്വാഗതം. ശുദ്ധീകരണം സഹനത്തിലൂടെ ജ്ഞാനം ഉദിക്കുന്നു, ശക്തിപ്പെടുത്തുന്നു. ക്രൈസ്തവ മാതൃക അതാണ്. സ്വർഗീയ സഹായം ലഭിക്കുന്നു. യേശുവിൻ്റെ സഹന മാതൃക, ഇവയെല്ലാം നമ്മുടെ ഹൃദയത്തിൽ എഴുതുവാൻ ഈ ഇന്നത്തെ വിശുദ്ധ കുർബാന ഈ ധ്യാനം ഉതകട്ടെ എന്ന് ആശംസിക്കുന്നു. എബ്രായർ 2:18 അവൻ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ അവന് സാധിക്കുമല്ലോ. എബ്രായർ 4:15-16 നമ്മുടെ ബലഹീനതകൾ നമ്മളോട് സഹതിപ്പിപ്പാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. ആ കർത്താവിനെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പാപം ഹനിക്കുന്ന, ശുദ്ധീകരിക്കുന്ന, ശക്തീകരിക്കുന്ന ധന്യസഹനമേ സ്വാഗതം, പുണ്യസഹനമേ സ്വാഗതം. ഈ വലിയ സഹനങ്ങൾ പുറവുറുപ്പോടെ ഗ്രഹപ്പഴ വന്നല്ലോ, എനിക്ക് മാത്രം തന്നെ എങ്ങനെയെന്ന് പറഞ്ഞെങ്കിൽ അത് ദൈവത്തെ ദുഃഖിപ്പിച്ചതാണോ? അതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് പാപം അതിന് പ്രാർത്ഥനയ്ക്കായിട്ട് മുമ്പോട്ട് വരാം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1:12-20 വരെയുള്ള ഭാഗങ്ങൾ. വിശുദ്ധ മർക്കോസ് 1:1 തിരുവചനങ്ങൾ 12 മുതൽ.
പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം താമസിച്ചു. അവൻ വന്യമൃഗങ്ങളോടൊപ്പമായിരുന്നു. മാലാഖമാർ വന്ന് അവനെ പരിചരിച്ചു. യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിലെത്തി ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്ന് പറഞ്ഞു. അവൻ ഗലീല കടൽ തീരത്തുകൂടി നടക്കുമ്പോൾ മീൻപിടുത്തക്കാരായ ശീമോനും അവൻ്റെ സഹോദരൻ അന്ത്രയോസും വല വീശുന്നത് കണ്ടു. യേശു അവരോട്, എൻ്റെ പിന്നാലെ വരുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് പറഞ്ഞു. ഉടനെ അവർ വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. അവൻ കുറേ മുമ്പോട്ട് ചെന്നപ്പോൾ സബദിപുത്രനായ യാക്കോബും അവൻ്റെ സഹോദരൻ യോഹന്നാനും വഞ്ചിയിലിരുന്ന് വലകൾ നന്നാക്കുന്നത് കണ്ടു. അവരെയും വിളിച്ചു. ഉടനെ പിതാവായ സബദിയെ കൂലിക്കാരോടൊപ്പം വഞ്ചിയിൽ വിട്ടിട്ട് അവർ യേശുവിനെ അനുഗമിച്ചു. സ്വല്പസമയം ഇരിക്കാം. ദനഹ പെരുന്നാളിന് ശേഷമുള്ള 5-ാം ഞായറാഴ്ച ആണ് അടുത്തത് വരുന്നത്. അത് കഴിഞ്ഞാൽ 3 നോയമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പം ദനഹായ്ക്ക് ശേഷം 5 ഞായറാഴ്ചകൾ കഴിഞ്ഞാൽ ഈ വർഷത്തെ 3 നോയമ്പ് വരുന്നു. 3 നോയമ്പിൽ തിങ്കളും ചൊവ്വായും കുർബാനയില്ല, ബുധനും വ്യാഴവും ഒക്കെയാണ് കുർബാനയുള്ളത്. അപ്പം ഇന്നത്തെ ഈ വിശുദ്ധ കുർബാന വ്യാഴം, വെള്ളി, ശനി, ഞായർ 4 ദിവസത്തെ കുർബാനയുടെ സന്ദേശങ്ങളും അനുഗ്രഹങ്ങളും ഒന്നിച്ച് നമുക്ക് തരികയാണ്. നാളെ മുതൽ 10 ദിവസം ഈ സങ്കേത ഭവനത്തിന് അവധിയായതുകൊണ്ട് ഈ 10 ദിവസങ്ങൾ കിട്ടേണ്ട അനുഗ്രഹങ്ങളെല്ലാം അഡ്വാൻസായിട്ട് തന്നിട്ട് പോവുകയാണ്. പല സ്ഥലങ്ങളിൽ കർത്താവിനെ അനുകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ധ്യാനം നടത്താൻ പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് തരാനുള്ള അനുഗ്രഹങ്ങളെല്ലാം തന്നിട്ട് പോവുകയാണ്. അത് ഈ 10 ദിവസം കൊണ്ട് ആസ്വദിച്ച് ധ്യാനിച്ച് അനുഭവമാക്കണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇതടുത്ത ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് വായിക്കേണ്ട വേദഭാഗമാണ്. അടുത്ത ഞായറാഴ്ച നിങ്ങൾ ഏത് പള്ളിയിൽ പോയാലും അവിടെ ഇത് വായിച്ചു കേൾക്കുന്നതായിരിക്കും. അത് ഇന്നേ തന്നെ നമ്മൾ വായിച്ച് ആ അനുഭവം നമ്മൾ സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണ്. പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു. എപ്പോഴാണ് പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചത്? 30 കൊല്ലം തിന്മയെ തള്ളി നന്മയെ തിരഞ്ഞെടുക്കാൻ പ്രായമാകുന്നവരെ തൈരും തേനും കൊണ്ട് ഉപജീവിച്ച ശേഷം മനുഷ്യജാതിയുടെ പാപശാപങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്യാമെന്നുള്ള പിതാവിനുള്ളതായ വാക്ക് പാലിക്കുവാൻ താൻ യോർദാൻ നദിയിൽ സ്നാനമേറ്റ് ആ വെള്ളത്തിൽ പൊങ്ങിക്കാണിച്ചു. പിതാവിന് ഭയങ്കര സന്തോഷം. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുള്ളതായ പിതാവിൻ്റെ പ്രസാദം ഏറ്റുവാങ്ങിക്കഴിഞ്ഞപ്പോഴാണ് പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചത്. അപ്പം നമുക്ക് ദൈവപ്രസാദം ലഭിച്ചു കഴിയുമ്പോൾ, തിന്മയത്തിൽ നന്മയെ തീർക്കാൻ പ്രായമായി എന്ന് ഉറപ്പ് വരുമ്പോൾ നമുക്ക് ഇരിഞ്ഞൊരു പരീക്ഷയുണ്ട്. മരുഭൂമിയുടെ അനുഭവം. മരുഭൂമിയിൽ മനുഷ്യ ജീവിതത്തിന് ആവശ്യമുള്ള ഒന്നുമില്ല. വെള്ളമില്ല, തണലില്ല, ആഹാരപാനീയങ്ങളില്ല, വരണ്ട സ്ഥലം. പക്ഷെ പരിശുദ്ധാത്മാവ് യേശുവിനെ വരണ്ട സ്ഥലത്തേക്ക് എന്തിനാണ് നയിച്ചത്? അവിടെ ആരെല്ലാം ഉണ്ടായിരുന്നു? സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം താമസിച്ചു. വന്യമൃഗങ്ങളോടൊപ്പമായിരുന്നു. എല്ലാ വന്യമൃഗങ്ങളും എല്ലാ ദുഷ്ടമൃഗങ്ങളും ആ മരുഭൂമിയിലുണ്ടായിരുന്നതാണ് പറയുന്നത്. ഈ വന്യമൃഗങ്ങൾ ദൈവത്തെ സ്തുതിക്കാതെ ആരാധിക്കാതെ പാഴാക്കിക്കളഞ്ഞ നമ്മുടെ പ്രാണനെ വലിച്ചെടുത്ത് വളർന്ന ഭൂതങ്ങളുടെ കാര്യമായി പറയുന്നു. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 8 മുതൽ നമ്മളിന്ന് വായിച്ചു കേട്ടു. ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടും ദൈവത്തെക്കുറിച്ച് അറിയാമെങ്കിലും ദൈവത്തെ സ്തുതിക്കാതിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കടുങ്കൈ നമ്മുടെ പ്രാണനെ പാതാളത്തിൽ കളയുന്നു. പാതാള ജീവികളത് വലിച്ചെടുത്ത് ജീവിച്ച് വളർന്നിട്ട് നമ്മളെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. അപ്പം മരുഭൂമിയിൽ വിഹരിക്കുന്ന തിന്മയുടെ ശക്തികളുടെ അവകാശം തീർക്കാൻ അവിടേക്ക് മനുഷ്യജാതിയുടെ പാപശാപങ്ങൾ വഹിച്ചുകൊണ്ട് യേശു ആനയിക്കപ്പെടുകയായിരുന്നു. പഴയ നിയമകാലത്തെ ബലികളൊക്കെയും ഈ യേശു ബലിയായി തീരുമെന്നുള്ള കാര്യം ഓർപ്പിക്കാനായിരുന്നു.
ബലിമൃഗങ്ങൾ കൊല്ലപ്പെട്ട് രക്തം ചിന്തി മനുഷ്യജാതിയുടെ പാപശാപങ്ങൾക്കുള്ള പാപപരിഹാര ബലിയായി പക്ഷിമൃഗാദികൾ ബലിയർപ്പിക്കപ്പെട്ടത് യേശു നമ്മുടെ പാപശാപങ്ങൾ വഹിച്ചുകൊണ്ട് കാൽവറിയിൽ മരിക്കുമെന്നുള്ളതിൻ്റെ സൂചനയായിരുന്നു. വേറെ ചില ജീവികൾ മരുഭൂമിയിലേക്ക് പാപം വഹിച്ചുകൊണ്ട് നടന്നു നീങ്ങി നടന്ന് ചത്തു വീഴുമായിരുന്നു. ഇത് രണ്ടും കർത്താവിൻ്റെ അനുഭവമാണ്. കർത്താവ് മരുഭൂമിയിൽ 40 ദിവസം വെള്ളം പോലും കുടിക്കാതെ ഉഴന്ന് വരഞ്ഞ് നടന്നത് മനുഷ്യൻ സൃഷ്ടിച്ചു വിട്ട മനുഷ്യനും പിശാചും കൂടി വളർത്തിയ ഭൂതങ്ങൾക്ക് അവകാശം തീർക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ നമുക്ക് മരുഭൂമിയുടെ അനുഭവങ്ങൾ നമ്മൾ സ്വാഗതം ചെയ്യണം. ഇല്ലായ്മകളും വല്ലായ്മകളും മരുഭൂമിയുടെ അനുഭവം വരുത്തുമ്പോൾ എൻ്റെയും എൻ്റെ പൂർവികരുടെയും പാപശാപങ്ങൾ തീരാൻ എൻ്റെ കർത്താവ് മരുഭൂമിയിലേക്ക് പോയ പോലെ എനിക്കൊരു മരുഭൂമി കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ആരെങ്കിലും സ്തോത്രം പറഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കുടിശ്ശേരി അല്ലേലിയ പറഞ്ഞാട്ട് നമുക്ക് ഒത്തിരി മരുഭൂമിയുടെ അനുഭവങ്ങൾ വന്നതാണ്. നമ്മളതിൻ്റെ അർത്ഥം മനസ്സിലായില്ല, നമ്മളിതിനെ പഴിച്ചു ദൂഷിച്ചു, ഒരു ശാപവും കൂടെ കയറ്റി വെച്ചു. അതുകൊണ്ട് മരുഭൂമിയുടെ ഏകാന്തതയിലെ മരുഭൂമിയുടെ വരൾച്ചകളുടെ ഇല്ലായ്മകളുടെ വല്ലായ്മകളുടെ അനുഭവങ്ങൾ യേശു നമ്മളെ വഹിച്ചുകൊണ്ട് സഹിച്ചതാണ്. അതിൻ്റെ ഒരു പങ്ക് എനിക്കിവിടെ കിട്ടുന്നത് ജീവിത പങ്കാളിയായ യേശുവിൻ്റെ ജീവിത പങ്കാളിയാകാൻ വേണ്ടിയാണ്. യേശുവിന് കിട്ടിയതിൻ്റെ എല്ലാം പങ്ക് കിട്ടിയെങ്കിലേ പൊരുത്തം വരുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് അനുഭവം വന്നാലും നമ്മുടെ ജീവിത പങ്കാളിയായ പിതാവ് നമുക്ക് സമ്മാനിച്ച ഇമ്മാനുവേൽ അച്ചായന് ആ അനുഭവം ഉണ്ടായോ എന്ന് ഉടനെ മോളെ എനിക്കും അത് കിട്ടിയതാണ്, നമുക്ക് ഒന്നിച്ചുകൂടെ അനുഭവിക്കാമെന്ന് പറയും. പറഞ്ഞില്ലെങ്കിൽ പിശാച് തട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ എത്ര പ്രാവശ്യം നമ്മൾ യേശുവിന് ജീവിത പങ്കാളിയാകാൻ പിതാവ് കരുതിയതായ അനുഭവങ്ങൾ, മരുഭൂമിയുടെ അനുഭവങ്ങൾ നമ്മൾ തള്ളിക്കളഞ്ഞു, പിറുപിറുത്തു, അത് പരിഭവിച്ചു. അത് അവിശ്വാസത്തിൽ നിന്നും അത്യാഗ്രഹത്തിൽ നിന്നുമാണ് അതെല്ലാം വന്നിട്ടുള്ളത്. അപ്പോൾ യേശു മരുഭൂമിയിൽ 40 ദിവസം കാട്ടുമൃഗങ്ങളോട് സഞ്ചരിച്ചത് നമ്മൾ കാട്ടുമൃഗങ്ങൾക്ക് തീറ്റി കൊടുത്ത് അവരെ ഭൂതങ്ങളാക്കി ഈ ഭൂമിയിലിട്ടിട്ടുള്ളതുകൊണ്ടാണ്. ഈ ഭൂമി നിറച്ച് ഇങ്ങനെയുള്ള ഭൂതങ്ങളാണ്. അതുകൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കാൻ ശിഷ്യന്മാർക്ക് അധികാരം കൊടുത്തത്. എന്നാൽ ഈ പരീക്ഷാ സാഹചര്യങ്ങളിൽ നമ്മളെ സഹായിക്കാൻ മാലാഖമാരും ഉണ്ടെന്നാണ് പറയുന്നത്. അവൻ വന്യമൃഗങ്ങളോടെ ആയിരുന്നെങ്കിൽ മാലാഖമാർ വന്നവനെ പരിചരിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഏത് മരുഭൂമിയുടെ അനുഭവത്തിലും ഏതില്ലായ്മയിലും വല്ലായ്മയിലും പ്രാർത്ഥിക്കാമെങ്കിൽ മാലാഖമാരുണ്ട് നമുക്ക് സഹായത്തിന്. അവരെ അത്യാവശ്യ സമയത്ത് കാണുകയുള്ളൂ എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. കർത്താവ് അപ്പോസ്തലന്മാരെ വിളിച്ചെങ്കിലും 12 പേരുണ്ടായിരുന്നെങ്കിലും 72 പേരുണ്ടായിരുന്നെങ്കിലും ആയിരക്കണക്കിന് പേരെ തൻ്റെ ശിഷ്യരാകാൻ വന്നെങ്കിലും ഇവരാരും കർത്താവിൻ്റെ ഗെത്സമനാത്തോട്ടത്തിലുണ്ടായിരുന്നു. ഗെത്സമനാത്തോട്ടത്തിൽ 3 പേരുണ്ടായിരുന്നു. ആരാ? 10 ദിവസം യാഗം. അവരെന്നാ ചെയ്തു? ഉറങ്ങി. അപ്പോൾ ഉള്ളതിൻ്റെ വല്ല ഗുണമുണ്ടോ? അതുമില്ല. നമുക്കിതുപോലെ വലിയ സ്വപ്നങ്ങളോടുകൂടിയാണ് കല്യാണം കഴിക്കുന്നത്. ഭാര്യ, ഭർത്താവ്, മക്കള്, ബന്ധുക്കാരെ, സ്വന്തക്കാരെ, ബന്ധക്കാരെ. കല്യാണത്തിന് എത്ര പേരുണ്ടേച്ച് പോയതാ ഇല്ലേ? സമ്മാനം തോന്നുന്ന ആശംസയും പറഞ്ഞേച്ച് പോയി. ആരെങ്കിലും നമ്മുടെ കഷ്ടകാലത്ത് നമ്മുടെ കൂടെ കാണുമോ? ഇല്ല. അപ്പോൾ ആരും കാണുകയെന്ന് വിചാരിച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്താൽ മതി. പക്ഷെ അന്നേരം കാണുന്നത് ആരാ? മാലാഖയെങ്കിലും ഉണ്ട്. അപ്പോൾ അത് ആ ഒരു ഉറപ്പ് വേണം. അപ്പോൾ മാലാഖയുടെ പണി നടത്തണമെങ്കിൽ എല്ലാവരും ഒന്ന് മാറണ്ടേ? എല്ലാവരെയും മാറിക്കോട്ടെ. അപ്പോൾ ആരെല്ലാം കിട്ടിയാൽ ആരെല്ലാം വന്നാലും പോയാലും എൻ്റെ കർത്താവ് എൻ്റെ കൂടെ കാണും. എൻ്റെ കർത്താവ് എനിക്ക് കാവൽ മാലാഖയാക്കിയിട്ടുണ്ട്. അവരുടെ സഹായത്തോടെ നമ്മുടെ വേല തികച്ച് എല്ലാം പൂർത്തിയാക്കി നിവൃത്തിയായെന്ന് പറഞ്ഞ് പോകാൻ സാധിക്കും. അതാണ്. എന്തെല്ലാം ഇല്ലാതായാലും, കടം കയറി പണമൊന്നും ഇല്ലാതായാലും, ഉള്ളതെല്ലാം ജപ്തി ചെയ്ത് പോയാലും ആ അനുഭവം മനുഷ്യജാതിയുടെ കടം വീട്ടാൻ വേണ്ടിയാണ് കർത്താവ് ദരിദ്രനായി വെള്ളം കുടിക്കാതെ നടന്നത്. അത് എനിക്ക് എൻ്റെ കാര്യം അങ്ങോട്ട് നടക്കട്ടെ പറയും. അപ്പോൾ യേശു ധനവാനായ പിതാവിൻ്റെ പുത്രനായ കർത്താവ് ദരിദ്രനായത് നമ്മുടെ ദാരിദ്ര്യം മാറ്റി നമ്മളെ സമ്പന്നർ ആക്കാൻ വേണ്ടിയാണ്. ഈ വിശ്വാസത്തോടെ വേണം ഇതിനെല്ലാം നേരിടാൻ. കടം വീട്ടാൻ കുറവുണ്ടെന്ന് പറഞ്ഞ ഒരാൾ എഴുതി തന്നിട്ടുണ്ട്. കടം വാങ്ങിക്കാൻ നേരത്ത് കടത്താണ്ട് ചോദിച്ചായിരുന്നോ? കണ്ടവരോടൊക്കെ കടം ചോദിച്ചു. കടം കയറി മുഷിഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുക, കടം വീട്ടണമെന്ന് പറഞ്ഞു. അപ്പം ആദ്യം കടം വീട്ടാനുള്ള പ്രാർത്ഥനയാണോ വേണ്ടത്? കർത്താവ് നിന്നോട് ചോദിക്കാതെ കടം വാങ്ങിച്ചാൽ ക്ഷമിക്കണോ? ചോദിച്ചാണോ കടം മേടിച്ചത്? അപ്പോൾ കർത്താവ് എനിക്ക് ഇല്ലായ്മ വന്നിരിക്കുന്നു, ഞാൻ കടം വാങ്ങിക്കണോ? എനിക്കില്ലാതെ വന്നിരിക്കുന്നു. ആ ദാരിദ്ര്യത്തിന് നന്ദി പറഞ്ഞ് ആ
മരുഭൂമിയെ ഏദൻ തോട്ടമാക്കാൻ ദൈവം ഒരിക്കൽ ഒരു അവസരമായിരുന്നു. അങ്ങനെ ഒരു വചനമുണ്ട്, മരുഭൂമിയിൽ ഏദൻ തോട്ടം. അതെവിടെ എഴുതിയിരിക്കുന്നത്? യെശയ്യാവിൻ്റെ പുസ്തകം എത്രയാ? 51. യെശയ്യാ 51 മരുഭൂമിയുടെ ഉപയോഗം, മരുഭൂമിയിൽ ഇല്ലായ്മയും അല്ലായ്മയും ഉള്ളിടത്ത് നമ്മൾ ആത്മാവിനെ അനുസരിച്ച് പ്രാർത്ഥിച്ച് ആരാധിക്കാമെങ്കിൽ അവിടെ വീണ്ടും വേദന്തോട്ടം പണിയാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ആശ്രമങ്ങളും മഠങ്ങളും ഒക്കെ ഉണ്ടായത്. ദൈവവിളി അനുസരിച്ച് വീടും നാടും ധനവും മാനവും സുഖവും എല്ലാം ഉപേക്ഷിച്ചിട്ട് മരുഭൂമിയുടെ അനുഭവത്തിൽ പോയി യേശുവിനെ സ്വന്തമാക്കി ആത്മാവിൽ നിറഞ്ഞിട്ട് അതെല്ലാം ഏദൻ തോട്ടത്തിൻ്റെ അനുഭവത്തിലേക്ക് വളർത്തിയവരാണ്. അങ്ങനെയാണ് സഭയിൽ സന്യാസ പ്രസ്ഥാനം ഉണ്ടായത്. കൃത്രിമമായിട്ട് മരുഭൂമി ഉണ്ടാക്കിയതാണ്. കൃത്രിമമായിട്ട് മരുഭൂമി ഉണ്ടാക്കി അവിടെ ഏദൻ തോട്ടം പണിയുന്നവരാണ് ദൈവവിളി അനുസരിച്ച് സന്യാസിമാരായി ജീവിക്കുന്നവർ. അവർക്ക് യേശു മാത്രം മതി. അവർ സ്വമനസാല എല്ലാം വേണ്ടെന്ന് വെച്ച് വരാം. അപ്പം കർത്താവിനുള്ളതെല്ലാം അവിടെ വന്നു ചേരുന്നു. അപ്പോൾ മരുഭൂമിയിൽ വരുന്നത് ഏദൻ തോട്ടം പണിയാൻ വേണ്ടിയാണ്. ആദാമിന് ഹവ്വയ്ക്കും നഷ്ടപ്പെട്ട ആ ഏദൻ തോട്ടം അവർക്ക് വീണ്ടും തിരികെ കൊടുക്കാൻ വേണ്ടി കർത്താവ് മരുഭൂമിയിൽ പിശാചിൻ്റെ അവകാശം തീർത്ത് ആ മരുഭൂമിയിൽ തന്നെ സഹായിക്കാൻ പിതാവ് അയച്ചതായ മാലാഖമാരുടെ പരിചരണത്തോടെ 40 ദിവസത്തെ വരൾച്ചകൾ മരുഭൂമിയിൽ ഏദൻ തോട്ടത്തിന് ദൈവരാജ്യത്തിന് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും ആസ്വദിക്കാനുള്ള വേദിയാക്കിയതിനെ മാറ്റി. അത് കഴിഞ്ഞാണ് കാലാവിനെ കല്യാണ വീട്ടിൽ താൻ പോയത്. അപ്പം ഈ ഇല്ലായ്മയും എല്ലായ്മയും താൻ സഹിച്ച് വഹിച്ച് മാലാഖമാരോടൊപ്പം അതിനെ അതിജീവിച്ച് എവിടെ ഏതില്ലായ്മയിലും വേണ്ടിത് ഉണ്ടാക്കാൻ സാധിക്കുന്ന അവസ്ഥയാണ് കർത്താവ് ആർജിച്ചത്. അതുകൊണ്ടാണ് കാനാവിലെ കല്യാണ വീട്ടിൽ വീഞ്ഞില്ലാതെ വന്നപ്പം വെള്ളത്തിൽ നിന്ന് വീഞ്ഞുണ്ടാക്കി കൊടുത്തു. അപ്പോൾ നമ്മൾ മരുഭൂമികളെ പ്രയോജനപ്പെടുത്താമെങ്കിൽ, ആത്മാവിൽ നിറയാമെങ്കിൽ ഏതില്ലായ്മയിലും വേണ്ടതുണ്ടാക്കാൻ നമുക്ക് സാധിക്കും. പിന്നെ എന്തിനാ വിഷമിക്കുന്നത്? അതുകൊണ്ട് കൃത്രിമമായിട്ട് നമ്മൾ മരുഭൂമി ഉണ്ടാക്കാൻ വേണ്ടിയാണ് 3 നോയമ്പ് 3 ദിവസം. അത് കഴിഞ്ഞ് അവർ 18 ദിവസം കഴിഞ്ഞ് 50 നോയമ്പ്. ഈ നോമ്പുകളൊക്കെ വെച്ചിരിക്കുന്നത് എന്തിനാ? മരുഭൂമിയെ വിളിച്ചു വരുത്തുക. മരുഭൂമി വാ, ഞങ്ങൾക്ക് ആഹാരം വേണ്ട, വെള്ളവും വേണ്ട, ഞങ്ങൾ കുമ്പിട്ടോളാം. കർത്താവ് മരുഭൂമിയിൽ നടന്ന പോലെ ഞങ്ങൾ ഞങ്ങളുടെ പൂർവികരെ വളർത്തിവിട്ട ഭൂതങ്ങളെ വാ, നമുക്കൊന്നിച്ച് നടക്കാം എന്ന് പറഞ്ഞ് അവരെ തോൽപ്പിച്ച് ജയിച്ചു കഴിഞ്ഞാൽ അവരോടിപ്പോവും. അവരെ കർത്താവ് കുഴിയിലാക്കും, അവരെ സമുദ്രത്തിൽ താക്കും, അവരെ വീണ്ടും പാതാളത്തിലേക്ക് വിടുകയും ചെയ്യും. അങ്ങനെ യേശു ചെയ്ത പണി നമുക്കും ചെയ്യാൻ വേണ്ടിയാണ് ഈ അനുഭവങ്ങൾ എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഇങ്ങനെ കിട്ടിയ അവസരങ്ങൾ പാഴായി പോയതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ പാപദിന പ്രാർത്ഥന നടത്താൻ നമ്മൾ എഴുന്നേൽക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ റുഹായിക്ക് സ്തുതി. ആദികൾ നമ്മുടെ മേഘത്തിൻ്റെ കന്യമനൊന്നേക്ക് ഉണ്ടായിക്കട്ടെ. ആമേൻ. ദനഹാ പെരുന്നാളിന് ശേഷമുള്ള 5ാം ഞായറാഴ്ചത്തെ വേദഭാഗം നമ്മൾ വായിച്ചു തുടങ്ങി. വിശുദ്ധ കുർബാനയ്ക്ക് വായിക്കേണ്ട വേദഭാഗം വായിച്ചു. പ്രഭാതത്തിലെ വേദഭാഗത്തിൽ നിന്നൊരു സന്ദേശം കൂടെ നമുക്ക് ഇന്ന് കേൾക്കാനുണ്ട്. കർത്താവ് 30 കൊല്ലം തിന്മയെ തള്ളി നന്മയെ ചെറുക്കാൻ പ്രായമാകുന്നവരെ രഹസ്യമായി വളർന്നതിന് ശേഷം താൻ പരസ്യമായി യോർദാനിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തനിക്ക് പിതാവിൻ്റെ പ്രസാദം ലഭിച്ചു. നമുക്കും ദൈവപ്രസാദം കൊണ്ട് മാത്രം കിട്ടുന്ന സന്തോഷവും കിട്ടുന്ന ജ്ഞാനവും ഉണ്ടെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ദൈവപ്രസാദം നഷ്ടപ്പെട്ടാൽ നമ്മൾ ബോഷരായിത്തീരും. നമ്മൾ ചെയ്യുന്ന വേലകൾ നമ്മളെ പാതാളത്തിലെത്തിക്കുകയും ചെയ്യും. കർത്താവ് തിന്മയെ തള്ളി നന്മയെ ചെറുക്കാൻ പ്രായമാകുന്നവരെ തൈരും കൊണ്ട് ഉപജീവിച്ച ആ യേശുവിൻ്റെ മാതൃക നമ്മൾ പിന്തുടരുന്ന ധ്യാനത്തിലൂടെ വചനം മുഴുവൻ ഹൃദയത്തിൽ രേഖപ്പെടുത്തി കർത്താവ് പോയ വാതയിൽ പോകാമെങ്കിൽ നമുക്കും ദൈവപ്രസാദം നേടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെടാൻ സാധിക്കുമെന്നുള്ള കാര്യം നമുക്ക് പ്രത്യാശയ്ക്ക് വക നൽകട്ടെ. അങ്ങനെ 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം കർത്താവിനെ തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുവാനും അവർ അത് കേൾക്കുവാനും ഇടയായി എന്നുള്ള കാര്യം നമ്മളിന്ന് കേട്ടു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കാൻ പറഞ്ഞ ആ പ്രസംഗം കേട്ട് ഗലീല കള്ളത്തീരത്തൂടെ നടക്കുമ്പോൾ മീൻപിടുത്തക്കാരായ ശീമോനും സഹോദരൻ അന്ത്രയോസും വല വീശുന്നത് കണ്ടു. യേശു അവരോട് നിങ്ങളെൻ്റെ പിന്നാലെ വരാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പത്രോസിനെ കർത്താവ് മീൻപിടുത്തത്തിൽ നിന്ന് മനുഷ്യരെ പിടിക്കുന്ന ജോലിയിലേക്ക് വിളിക്കുന്നതായി നമ്മൾ കണ്ടു. പത്രോസ് മീൻപിടുത്തം നടത്തി യേശുവിൻ്റെ പിന്നാലെ വരികയും ചെയ്തു.
പക്ഷെങ്കിൽ ആ പത്രോസിന് കർത്താവിൻ്റെ ആ വചനം നിവൃത്തിയാക്കുവാൻ 3.5 കൊല്ലം പല അനുഭവങ്ങൾ കൂടെ കടന്നു പോകേണ്ടി വന്നു. പത്രോസ് മനുഷ്യരെ പിടിച്ച് കർത്താവിന് കൊടുത്ത് ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളാക്കി, ദൈവരാജ്യത്തിൻ്റെ ജീവനുള്ള കല്ലുകളാക്കി പണിയാനുള്ള വലിയ വിളിയാണ് ഉണ്ടായിരുന്നതെങ്കിലും പത്രോസിൻ്റെ ജീവിതത്തിൽ യേശുവിനെ തള്ളിപ്പറയേണ്ട ഗതികേടും വന്നു. ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കണ്ട പത്രോസിന് യേശു എപ്പോഴും കൂടെ താമസിക്കാഞ്ഞതുകൊണ്ട് യേശുവിനെ ഉടനെ എപ്പോഴും കാണാൻ സാധിക്കാതെ വന്നപ്പോൾ തനിക്ക് മടുപ്പുണ്ടായി. പഴയ പണിക്ക് പിന്നെയും പോയതായിട്ട് നമ്മൾ വായിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ മടുപ്പുണ്ടാകുന്ന സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ നമ്മൾ നമ്മുടേതായ ജോലികൾ കണ്ടെത്താനും അത് പാഴ്പണിയായി തീരാനും സാധ്യതയുണ്ട്. പത്രോസിനെ മനുഷ്യരെ പിടിക്കാനാണ് വിളിച്ചതെന്നുള്ള കാര്യങ്ങൾ മറന്നുപോയിട്ട് പഴയ മീൻപിടുത്തത്തിന് പോയിട്ട് ഒന്നും കിട്ടാതെ താൻ വിഷമിക്കേണ്ടതായിട്ട് വന്നു. പക്ഷേ ആ പത്രോസിനെ കർത്താവ് കൈവിട്ടില്ല. കർത്താവ് പുറകെ ചെന്നു, പാഴ്പണി കണ്ടുകൊണ്ട് കരയ്ക്ക് നിന്നു. പാഴ്പണി കഴിഞ്ഞ് മടങ്ങി വന്ന് വല്ലതും കിട്ടിയോ എന്നേ ചോദിച്ചോളൂ. എന്നാ കിട്ടാതെ പോയെന്ന് ചോദിച്ചില്ല. നമ്മളാണ് എന്നാ പറഞ്ഞതിനെ ഇങ്ങനെ ഇരിക്കും എന്നോട് ചോദിക്കാതെ പോയാൽ കളിയാക്കിയോ? വല്ലതും കിട്ടിയോ എന്നേ ചോദിച്ചുള്ളൂ. കിട്ടിയില്ലെന്നറിയാം. കിട്ടിയില്ലെന്ന് ആരെ കൊണ്ടാണ് പറയിപ്പിച്ച്? നമ്മുടെ മനോഭാവം എങ്ങനെ? ആർക്കെങ്കിലും എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ നമ്മളതിനെ ഊതി വീർപ്പിച്ച് അവരെ പരിഹസിച്ച് അവിടെ കുറ്റവും പറഞ്ഞ് അവരെ താറടിച്ച് എത്ര പേരെ നമ്മൾ നിരാശപ്പെടുത്തി മുറിവേൽപ്പിച്ചിരിക്കുന്നു. അവരെ നേടുകയായിരുന്നു, അവരെ നമ്മൾ നഷ്ടപ്പെടുത്തുകയായിരുന്നു. നമ്മുടെ കുറ്റം പറച്ചിലുകൊണ്ട് എത്ര പേര് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഈ സങ്കേത ഭവനത്തിൽ വരുന്ന പലരും വരുന്നില്ല, വന്നിട്ടുള്ള പലരും വരുന്നില്ല. പലരുടെയും പ്രതികരണങ്ങൾ അവരെ അകറ്റിക്കളയുന്നതായിരുന്നു. അത് അവരറിഞ്ഞിട്ടുമില്ല. അപ്പോൾ നിങ്ങൾ ഈ 10 ദിവസത്തെ അവധി ആ കുടിശ്ശിക തീർക്കാൻ വേണ്ടിയാണ്. കർത്താവേ, എൻ്റെ വാക്ക്, പ്രവൃത്തി, ചിന്ത, പ്രതികരണങ്ങൾ, ശൈലികൾ മുതലായതുകൊണ്ട് ആരെല്ലാം വെറുത്ത് ദൈവസന്നിധിയിൽ നിന്നും ധ്യാനമന്ദിരത്തിൽ നിന്നും ധ്യാന പ്രവർത്തനങ്ങളിൽ നിന്നും മടങ്ങിപ്പോയിട്ടുണ്ട്. അതിനാരാണ് ഉത്തരവാദി? ഞാനാണ് ഉത്തരവാദി എന്നറിയാൻ വേണ്ടി ഞാനൊന്ന് മാറുക, 10 ദിവസത്തേക്ക് അവധി എടുക്കുക. ഇവിടെ ആയിരക്കണക്കിന് പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എത്ര പേരുണ്ട്? എത്ര പേർക്ക് ഇവിടെ വരാനൊക്കുന്നു? വരുന്നവർക്ക് അവിടെ പ്രാർത്ഥനയ്ക്ക് മറുപടി പൂർണ്ണമായി കൊടുക്കാൻ ഞാൻ അതിൻ്റെ ഉത്തരവാദിത്വമല്ലേ ഏറ്റെടുക്കുക? എൻ്റെ കുഴപ്പം കൊണ്ടാണ് അതിലെളുപ്പം. അതുകൊണ്ട് ഞാനൊന്ന് മാനസാന്തരപ്പെടാൻ വേണ്ടി അവധി എടുത്ത് പോവുക. എന്തിനാ? കർത്താവ് പോയ വഴിയൊക്കെ ഒന്ന് നടക്കാൻ. കർത്താവ് കുരിശെടുത്തുകൊണ്ട് നടന്ന വഴിയൊക്കെ ആ മരുഭൂമി കൂടി ഒന്ന് നടക്കണം. യേശുവിനെയും വഹിച്ചുകൊണ്ട് മാതാവ് ഒരു മരുഭൂമി കൂടി ഓടിയിട്ടുണ്ട്, ഈജിപ്തിലേക്ക്. അത് ഒത്തിരി മൈലുകളുണ്ട്. അതിലേ നമുക്കൊന്നു നടക്കാനൊക്കെ ഇല്ലെങ്കിൽ വാഹനത്തിലെങ്കിലും പോയി ആ കർത്താവിനെ അനുഗമിക്കുക. നടന്നാൽ അനേകം നാളെടുക്കും, വാഹനത്തിലാണെങ്കിൽ 13 മണിക്കൂർ എടുക്കും. ഏതാ? യേശു കുഞ്ഞ് പറഞ്ഞ ബേത്ലഹേമിൽ നിന്ന് ഈജിപ്തിലേക്ക് ബസ്സിൽ, നല്ല വോൾവോ ബസ്, നല്ല സ്പീഡുള്ള ബസ് 13 മണിക്കൂർ ഇരുന്ന് യാത്ര ചെയ്താലേ അവിടെ എത്താനൊക്കെ കൂടും. അത്രയും സ്ഥലമാണ് യോസേപ്പ് മറിയാം യേശു കുഞ്ഞിനെ കൊണ്ട് ഓടിയത്. എന്തുമാത്രം വേദന സഹിച്ചു കാണും. അത് ഓർത്തുകൊണ്ട് ഈജിപ്തിലേക്കുള്ള ഒരു യാത്രയുണ്ട് ഈ പോക്കിൽ. എന്തിനാ? യേശു എന്നെ വഹിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി മരുഭൂമിയിൽ കൂടി ഓടിയല്ലോ. എനിക്കത് അതിനെക്കൊണ്ട് കഴിയുന്നില്ല. ശകലെങ്കിലും ആട്ട് ബസ്സയിലെങ്കിലും ഒന്ന് ഓടാനൊക്കെ ഒന്ന് നോക്കുക എന്ന് പറഞ്ഞാൽ അതിന് പങ്കുപറ്റാൻ പോവുക. യേശു കുരിശെടുത്തുകൊണ്ട് പോയ കാൽവറി മല, ഇതെല്ലാം ആ കണ്ട കർത്താവിൻ്റെ ആത്മാവിൽ നേടാൻ എൻ്റെ കുറവ് പരിഹരിക്കാണ് ഞാൻ പോകുന്നത്. എനിക്കതിന് തന്നെ പോകാൻ കഴിയില്ല. എന്നിട്ട് ദൈവം ഓരോരുത്തരെ കൊണ്ടാണ് മുൻകൈ എടുപ്പിച്ചതാണ്. ഞാൻ ആരോടും ആവശ്യപ്പെട്ടില്ല. എന്നെക്കൊണ്ട് മേലെ, ഞാൻ വയസ്സിന് 75 വയസ്സ്, ഞാൻ നിങ്ങൾക്ക് ശല്യമായിരിക്കുമെന്ന് എന്നോട് ആവശ്യപ്പെട്ടവരൊക്കെ പറഞ്ഞത്. പക്ഷേ പോയേ മതിയാവുമെന്ന് കർത്താവ് നിർബന്ധിച്ചുകൊണ്ട് പോവുക. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ വേറെ ആരുടെയും കുറവ് നോക്കണ്ട. ഞാൻ മുഖാന്തരം എൻ്റെ പള്ളി, എൻ്റെ സഭ, എൻ്റെ വീട്, എൻ്റെ നാട് നശിച്ചു. വേറെ ആരെയും നമുക്ക് കുറ്റപ്പെടുന്നു. എല്ലാവരെയും ശ്രേഷ്ഠമായിട്ട് എണ്ണിക്കൊണ്ട് നമ്മുടെ കുറവ് പരിഹരിക്കാൻ നമുക്ക് കുരിശെടുത്തുകൊണ്ട് പോകാനുള്ള വഴി പഠിക്കുവാൻ ഇതൊരവസരമാക്കണം. നമ്മുടെ 3 നോയമ്പ്, നമ്മുടെ 50 നോയമ്പ്, വരാൻ പോകുന്ന ബന്ധുക്കുശി നമ്മുടേതാക്കാമെങ്കിൽ കർത്താവ് എത്തിയെടുത്ത് നമുക്ക് എത്താൻ കഴിയും എന്നുള്ള ബോധത്തോടെ ജീവിതയാത്രയോടെ ഞാൻ നമുക്ക് സഹായിക്കട്ടെ. പത്രോസിന് യേശുവിനെ തള്ളിപ്പറയേണ്ടി വന്നു. ഒരു വേലക്കാരത്തിലൂടെ തീയായേണ്ടി വന്നു. ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറയേണ്ടി വന്നു. ഈ ബലഹീനതകളൊക്കെ നമുക്കുമുണ്ട്. പക്ഷേ കർത്താവ് നമ്മളെ വിടുവോ? പുറകെ വരും. പക്ഷെ കർത്താവ് പുറകെ പോകാഞ്ഞ ഒരാളുണ്ട്, യൂദാസ്കറിയാത്ത.
യൂദോസ്കറിയാത്ത കെട്ടിയാലാൻ പോയപ്പോൾ പുറകെ പോയോ? നീ ചെയ്യാനുള്ള വേഗം ചെയ്തോളാൻ, ആ ഗതികേട് വരല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. കർത്താവേ, യൂദാ പോയ വഴിക്ക് പോകാനിടയാകരുത്. സ്വയാശ്രയത്തിൽ നിന്നെ കൂടാതെ ഞങ്ങൾ ചെയ്ത എല്ലാ പാപവും ഞങ്ങൾ ക്ഷമിക്കണം. ഞങ്ങളെ കൈവിടല്ലേ, ഞങ്ങൾ വന്നോളാവേ. ഈ വയ്യ വേളയിലെങ്കിൽ വരാമെന്ന് പറഞ്ഞ് നമ്മുടെ പൂർവികരുടെയും കുരിശിൻ്റെ വഴി വിട്ടുള്ള പോക്കുകളും വാക്കുകളും പ്രവൃത്തികൾക്കും അതിൻ്റെ ശിക്ഷ കർത്താവേറ്റതിൻ്റെ ഒരു പങ്ക് എനിക്കും വേണമെന്ന് പറഞ്ഞ് നമ്മളെയും നമ്മുടെ പൂർവികരുടെയും പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള തീർത്ഥയാത്രയായിട്ടാണ് വിശുദ്ധ നാട്ടിലേക്ക് പോകുന്നത്. നിങ്ങൾക്കും ആത്മാവിൽ കൂടെ വരാം, നിങ്ങൾക്ക് ഇവിടെയും വരാം. ഇവിടെ 10 ദിവസം കുർബാനയില്ലെങ്കിലും എല്ലാവർക്കും ചൊല്ലാവുന്ന ഒരു കുർബാനയുണ്ട്. ഏതെന്നറിയാവോ? ജപമാലയിലും കർത്താവിൻ്റെ ജനനം മുതൽ 2ാമത് വരെ മാതാവിനോട് തോർക്കുക. അപ്പോൾ അങ്ങനെ കുർബാനയില്ലെന്ന് പറയണോ? നിങ്ങൾക്കൊന്ന് കുർബാനയല്ലരുതോ? സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും വേണമെങ്കിൽ ജപമാലയുമായിട്ട് വന്ന് ഏതെങ്കിലും കുരിശിൻ്റെ ചുവട്ടിൽ കുർബാന ചൊല്ലിയാൽ കുർബാനയുടെ അനുഭവം കിട്ടിയിരിക്കും. ഈ 10 ദിവസം കുർബാനയില്ലാത്ത ഈ സ്ഥലത്തിന് വേണ്ടി മാത്രമല്ല കുർബാന ചെല്ലേണ്ടത്. കേസ് കാരണം പൂട്ടിക്കിടക്കുന്ന പള്ളികളുണ്ട്, അവിടുത്തെ കുർബാന മുടങ്ങി കിടക്കുക. ആ പള്ളിയുടെ കുറവ് തീർക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണം ഏതെങ്കിലും കുരിശിൻ്റെ ചുവട്ടിൽ പോയി ജപമാല ചൊല്ലിയാ. അപ്പോൾ അവിടുത്തെ കെട്ടിക്കിടക്കുന്ന കുടിശ്ശിക തീർത്ത് അനുഗ്രഹം കിട്ടുമെന്ന് വേണോ? ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. അതല്ലേ ജപമാല ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ച് ആ കുടിശ്ശിക കർത്താവിന് ഭാരം കുറഞ്ഞു കിട്ടും. കർത്താവിന് പാപഭാരത്തേക്കാൾ അനുഗ്രഹത്തിൻ്റെ ഭാരം ഇപ്പോഴും. എന്താ കാര്യം? മനുഷ്യാദിക്ക് മുഴുവന് വേണ്ടിയുള്ള അനുഗ്രഹം തൻ്റെ കയ്യിൽ കിടക്കുന്നു. അത് എത്ര പേര് വാങ്ങിക്കാത്ത അവിടെ കെട്ടിക്കിടക്കുക. ഒരമ്മയുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഒരമ്മ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ വളർത്താൻ വേണ്ടി 2 സ്ഥലങ്ങളിലും പാല് നിറഞ്ഞു നിൽക്കുക. അത് ആ കൊച്ചു കുടിച്ചില്ലേ അമ്മയ്ക്ക് മാറുകൊളക്കും, കുഞ്ഞു കിടന്ന് കരയുകയും ചെയ്യും. ഇതുപോലെ യേശു നമ്മളെല്ലാവരെയും വഹിച്ചുകൊണ്ട് ഒത്തിരി നാൾ നടന്നതാണ്. ആ യേശു നമുക്കെല്ലാവർക്കും വേണ്ടി അനുഗ്രഹം, ദൈവരാജ്യത്തിൻ്റെ അനുഭവങ്ങൾ തന്നിലങ്ങ് നിറഞ്ഞു കവിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വാങ്ങിക്കാത്തതിൻ്റെ വേദന തന്നെ സഹിക്കുന്നു. അപ്പോൾ നമ്മൾ ഇടപെടാതെ പ്രാർത്ഥിച്ചാൽ വേണം. ലോകത്തിന് മുഴുവന് വേണ്ടി പിതാവ് പുത്രനെ ഏൽപ്പിച്ച അനുഗ്രഹം പരിശുദ്ധാത്മാവ് വഴി അനേകരിലേക്ക് ഒഴുക്കിക്കൊടുക്കാൻ പാത്രം വേണ്ടേ? നമുക്ക് ആയിക്കൂടെ? അമ്മമാർക്ക് പാല് കൊടുക്കാനൊക്കാത്ത സാഹചര്യത്തിൽ ഈ പാല് കുപ്പിക്കകത്താക്കി ആടയിൽ ഏൽപ്പിച്ചേച്ച് പോയാൽ അമ്മമാർക്ക് ഡ്യൂട്ടിക്ക് പോകുന്നവർക്ക് ഒരു പകരം ഡ്യൂട്ടിക്ക് പോകുന്ന അമ്മയ്ക്ക് വന്ന് പാല് കൊടുക്കാനൊക്കാത്തതിന് പാല് ഞെക്കിപ്പിഴിഞ്ഞ് കുപ്പിക്കകത്താക്കി കൊടുത്തേച്ച് പോയാൽ ഒരു വിലക്കാരത്തേക്ക് വേണേലും കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ കർത്താവിന് മാറു വളക്കുക, അനേകർക്കുള്ള അനുഗ്രഹങ്ങൾ അവിടെ കെട്ടിക്കിടക്കും. നമ്മൾക്കത് നമ്മുടെ കുപ്പിയിലാക്കി വേണ്ടിയവർ കൊണ്ട് കൊടുക്കരുതോ? ആ ജോലി വേണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ കുർബാനയില്ലാത്തപ്പോൾ നിങ്ങൾ വന്ന് മധ്യസ്ഥ പ്രാർത്ഥനക്കാരോടൊപ്പം ഏതെങ്കിലും കുരിശിന് ചുവട്ടിൽ വന്ന് മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലി ജപമാല ചൊല്ലി കർത്താവിൻ്റെ വേദന കുറയ്ക്കുമോ? തലകളെ ഉണക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ കുറവുകൾ കണ്ടെത്തി ഞങ്ങളുടെ വാക്ക് പ്രവൃത്തി ജീവിതശൈലികൾ മുതലായതുകൊണ്ട് പത്രോസിനെ പോലെ മനുഷ്യരെ പിടിക്കുന്നവരല്ല മനുഷ്യരെ അകത്തുന്നവരായി മാറിയ കേസുകൾ ഞങ്ങൾക്ക് തരണം. ഞങ്ങൾ മുഖാന്തരം പലരും പള്ളിയിൽ പോക്ക് നിർത്തിയിട്ടുണ്ട്, പലരും ധ്യാനം നിർത്തിയിട്ടുണ്ട്, പലരും മടുത്തു പോയിട്ടുണ്ട്. ക്ഷമിക്കണം. പത്രോസിന് പെന്തിക്കോസ്തിക്ക് ശേഷം മാത്രമേ മനുഷ്യരെ പിടിക്കാൻ കഴിഞ്ഞുള്ളൂ. അതിന് മനുഷ്യരെ അകത്തി തെറിപ്പിച്ച് കളയുന്ന ആളായിട്ട് മാറിപ്പോയി. ആ ബലഹീനത ഞങ്ങൾക്കുണ്ട്, നിങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങൾ സ്വയപരിശോധന നടത്തി ഞങ്ങൾ മറ്റുള്ളവരെക്കുറിച്ചുള്ള പരാമർശങ്ങൾ, ചിന്തകൾ, വിമർശനങ്ങൾ, കുറ്റം പറച്ചിലുകൾ ഇവ കൊണ്ട് അനേകർ മടുത്തു പോയിട്ടുണ്ടെങ്കിൽ അവരെ തിരികെ കൊണ്ടുവരുവാൻ, എല്ലാവരെയും ശ്രേഷ്ഠമായിട്ട് എണ്ണി അവരെ യേശുവിലേക്ക് ആകർഷിക്കുവാൻ ഞങ്ങൾ മനുഷ്യരെ പിടിച്ച് കർത്താവിന് തരുന്നവരായി ജന്മസാവലുണ്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയേറ്റുവാനായിട്ട് തന്നെ. എല്ലാ